സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ഖുർആൻ പഠിച്ചിട്ട് മറന്നു പോകുന്നവർക്കുള്ള ശിക്ഷ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മഹ്ശറിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു മനുഷ്യനെ ഇങ്ങനെ നിർത്തിയിരിക്കാൻ, ഈ മനുഷ്യന്റെ തലയിലേക്ക് വലിയ ഭാരമുള്ള കല്ല് എറിഞ്ഞുകൊണ്ട് അവന്റെ തലയെറിഞ്ഞ് പൊട്ടിക്കുകയാണ് അവന്റെ ജോലി. ഇത് ആർക്കുള്ള ശിക്ഷയാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, ജിബ്രീൽ നബിയേ, ഇത് ഖുർആൻ വലിച്ചെറിഞ്ഞവരാണ്. ഇപ്പൊ പരിശുദ്ധമായ റമളാൻ കടന്നു വന്നിട്ട് പിടിക്കാത്ത എത്രയോ ഉമ്മമാരുണ്ട്. പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ എത്രയാണ് നമ്മൾ ഖുർആൻ ഓതിപ്പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, മുൻകാലഘട്ടങ്ങളിൽ പരിശുദ്ധമായ റജബ് കടന്നു വന്നാൽ, ശഅബാൻ കടന്നു വന്നാൽ എന്തൊരു ആവേശമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതെല്ലാം ഇന്ന് തകർന്നു പോയല്ലോ ഉമ്മ, അതെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ എത്രയും വലിയ കഠിനകഠോരമായ ശിക്ഷ ലഭിക്കുന്ന വിഭാഗം സഹാബത്ത് അത് എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഖുർആൻ നമ്മൾ വലിച്ചെറിഞ്ഞതുപോലെ തിരിച്ചു കൊണ്ടുവരണം ഉമ്മ. ഖുർആൻ നമ്മൾ വലിച്ചെറിഞ്ഞതുപോലെ തിരിച്ചു കൊണ്ടുവരണം ഉപ്പ. ആരുടെ മണ്ണിന്റെ ഉള്ളറയിലേക്ക് നിന്നെ കൊണ്ടുവെക്കുമ്പോ, ആരും സഹായത്തിനോരാത്ത കബറിന്റെ ഉള്ളിലേക്ക് ആരാണ് നിന്നെ ഒന്ന് സംരക്ഷിക്കാൻ വരുന്നതെന്ന് നോക്കിക്കൊണ്ട് അല്ലാഹുവേ, ഭയാനകരമായ രംഗങ്ങളുള്ള കബറിന്റെ ഉള്ളിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇങ്ങനെ നീ പേടിച്ച് വിറച്ചുകൊണ്ട് കിടക്കുമ്പോ ഒരു നല്ല രൂപം കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ രൂപത്തെ കണ്ടുകൊണ്ട്, അതിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് കബറിൽ കിടക്കുന്ന ഞാനും നിങ്ങളും ചോദിക്കുകയാണ്, ആരാണ് മൻ അന്ത, നീ ആരാണെന്ന് ചോദിക്കുമ്പോ ആ പരിശുദ്ധമായ ഖുർആൻ പറയുന്നതേതെന്നറിയുമോ? ആരാണ് ആ സൗന്ദര്യമുള്ള മുഖത്തിന്റെ ഉടമയെന്നറിയുമോ? അത് സാഹിബു കൈ ഖുർആൻ, അത് സാഹിബു കൈ ഖുർആൻ, നിന്റെ കൂട്ടുകാരനായ ഖുർആൻ ആയിരുന്നു എന്ന് അല്ലാഹു ആ സുന്ദര രൂപം മറുപടി പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ മക്കളുടെ കോലം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു പോയിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ മക്കളുടെ ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചു പോയിട്ടുണ്ടോ? ഈ തൊട്ടടുത്താണ് എത്രയോ മാതാപിതാക്കളെ വെട്ടിക്കുന്ന മക്കളായി അല്ലാഹുവേ മക്കള് വീട്ടിലേക്ക് കടന്നു വരുമ്പോ പേടിയോടെ അല്ലാതെ വാതിൽക്ക് വന്ന് നിൽക്കാൻ കഴിയാത്ത മാതാപിതാക്കളുടെ കാലഘട്ടമാണ്. എപ്പോഴാണ് അപായപ്പെടുത്തുന്നത്, എപ്പോഴാണ് പ്രസവിച്ച വയറ്റിലേക്ക് ചവിട്ടുന്നത്, എപ്പോഴാണ് പാലുകൊടുത്ത നാടിലേക്ക് എപ്പോഴാണ് കത്തിലേറ്റുന്നതെന്നുള്ള ചിന്തയോടെയാണ് എത്രയോ ഉമ്മമാരി പൊട്ടിക്കരയുന്നതെന്നറിയോ? എന്തുകൊണ്ടാണെന്നറിയുമോ? നമ്മൾ ദീനിയായി നമ്മുടെ മക്കളെ വളർത്താത്തത് കൊണ്ടാണ്. എത്ര വാഴ കേട്ടാലും, എത്ര പ്രസംഗം കേട്ടാലും, എത്ര വാഴശാസം സംഘടിപ്പിച്ചാലും നമുക്കൊന്നും അതിനകത്ത് ഉൾക്കൊള്ളാനൊന്നുമില്ലാതായി പോയി. എത്ര വാഴ വെച്ചാലും ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഈ അരമണിക്കൂർ സമയം പോലും നാളെ ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെലവഴിക്കുന്നത് അള്ളാഹു വേണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഇന്ന് 2 മണിക്കൂർ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഈ സമയം നാളെയോ നിങ്ങൾ ചെലവഴിക്കുന്നത് അള്ളാഹു വേണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കും. ഇതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ ചെലവഴിക്കുക. നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ നിങ്ങളോട് എനിക്ക് പ്രധാനമായി പറയേണ്ടത്, നമ്മുടെ മക്കൾ നമ്മുടെ കഴുത്തിറക്കാതിരിക്കണമെങ്കിൽ, നമ്മുടെ മക്കൾ നമ്മുടെ വയറ്റത്ത് ചവിട്ടാതിരിക്കണമെങ്കിൽ
നമ്മുടെ മക്കൾ നമ്മുടെ കരണത്തടിക്കാതിരിക്കണമെങ്കിൽ ഒരൊറ്റ മരുന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ 23 കൊല്ലം കൊണ്ട് അവതരിപ്പിച്ച പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അള്ളാഹ് പറയാൻ ഒരു മരുന്നുണ്ട്. ആ മരുന്ന് നിങ്ങളുടെ മക്കളിലേക്ക് നിങ്ങൾ കൊടുത്താൽ ഒരു കാരണവശാലും നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഉപദ്രവിക്കുക, അവരെ നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഏതായിട്ടെന്നറിയുമോ? ഇത് ദുആ പഠിപ്പിക്കാനുള്ളതല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, നമ്മുടെ മക്കളെ ചെറുപ്രായത്തിലെ നമ്മൾ നിസ്കാരം പഠിപ്പിച്ചാൽ, നിസ്കരിക്കാൻ നമ്മൾ കൂടെ കൂട്ടിയാൽ, നിസ്കാരമുള്ള മക്കളായി നമ്മുടെ മക്കളെ മാറ്റിയാൽ, അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, അങ്ങനെയുള്ള മകന് ഉമ്മയെ ചവിട്ടാൻ കഴിയില്ല എന്ന് ഖുർആൻ പറയാണ്. അങ്ങനെയുള്ള മക്കൾക്ക് വാപ്പയെ അടിക്കാൻ കഴിയില്ലെന്ന് ഖുർആൻ പറയുകയാണ്. അങ്ങനെയുള്ള മക്കൾക്ക് ഉമ്മാനെയും വാപ്പയെയും തെറിവിളിക്കാൻ കഴിയില്ലെന്ന് അള്ളാന്റെ ഖുർആൻ പറയുകയാ. നമ്മുടെ മക്കളെ ഇന്ന് നമ്മുടെ നാട്ടിലില്ലാത്തത് ഏറ്റവും കൂടുതൽ നമ്മുടെ പള്ളികളിൽ ഇപ്പോഴും ഈ വാല് വെക്കുന്നതിന്റെ പിന്നിൽ ഏറ്റവും വലിയൊരു ലക്ഷ്യം തന്നെ നമ്മുടെ പള്ളി വലുതാക്കുക ചെയ്യണമല്ലോ. തൊട്ടടുത്ത് കടലല്ലോ. അപ്പോ പള്ളി വലുതാകുന്നുണ്ട്, നിസ്കരിക്കാൻ പള്ളി നടത്താറുണ്ട്. പള്ളി വാക്കാണ് നിസ്കരിക്കാൻ ഉസ്താദും മോദിയിലും അസിസ്റ്റന്റ് ഇമാമും പിന്നെ ഉസ്താദിന്റെ കൂട്ടുകാരന്മാര് മാത്രം കാണും. ഉസ്താദ് ഡെയിലി വിളിക്കുന്നവർ. നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, ഈ പള്ളി വെച്ചിട്ടിരിക്കുന്നത് ചില പള്ളികളിൽ ചെന്ന അങ്ങനെ, ചില പള്ളികൾ കണ്ട നമ്മൾ വിചാരിക്കും എന്തായാലും ഇമാമിന് കുറച്ച് പൈസ കൊടുക്കണം, അപ്പൊ ഇമാമിന് പോകാൻ പറ്റൂലല്ലോ. ഇമാം പോയാൽ പിറ്റേന്ന് ഓക്കെയാണ്. ഇമാം എന്തെങ്കിലും പറഞ്ഞാൽ എത്ര പള്ളി കയറാട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് ഇമാമിനെ പറഞ്ഞു കൊടുക്കും. ആ കാലഘട്ടമാണ് ഇന്ന്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. നിസ്കരിക്കാൻ വിളിച്ച പ്രശ്നമാണ്, ഖുർആൻ ഓതാൻ വിളിച്ച പ്രശ്നമാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് പള്ളി മനോഹരമാക്കി, അള്ളാഹുവിന്റെ പള്ളി മനോഹരമാക്കി വെറുതെ ഇട്ടിരിക്കാനുള്ള സംഗതിയില്ല. ആ പരിശുദ്ധമായ പള്ളി നമ്മളെ ഇബാദത്ത് കൊണ്ട് നിറയ്ക്കേണ്ടതാണ്. ഇന്ന് നേരെ തിരിച്ചാണ്. ഏറ്റവും കൂടുതൽ ബൾബുകൾ കൊണ്ട് അലങ്കരിക്കുന്ന സ്ഥലം പള്ളിയാണ്. ഈ തൊട്ടടുത്ത് ചാവക്കാട് ഭാഗത്താണെന്ന് തോന്നുന്ന ഒരു മഹാനടങ്ങിയിട്ടുണ്ടല്ലോ. ഒരു ആന ഇടഞ്ഞു പോയ ഒരു ഉറൂസ് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഉറൂസിന്റെ ഒക്കെ കോലം ഏത് രീതിയിലേക്ക് മാറിയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ മുജാഹിദാക്കാനും ജമാഅത്ത് ഇസ്ലാമിയാക്കാനും നിങ്ങൾ ഓരേ ഏറ്റവും കൂടുതൽ ഔലിയാക്കളെ സ്നേഹിക്കുന്ന ഹൃദയമുള്ള വ്യക്തിയാണ് ഞാൻ. ഏറ്റവും കൂടുതൽ സിയാറത്ത് ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് ഞാൻ. കേരളക്കരയിൽ ഒട്ടുമിക്ക മഹാന്മാരുടെ ചാരത്തും പോയി ഫാത്തിഹ ഓതിയിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇതര മതത്തിൽപ്പെട്ട ആൾക്കാർ പോലും അവരുടെ അമ്പലങ്ങളിൽ പോലും നടത്താൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ഉറൂസിൽ മക്കാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെവിടെയാണ് മഹാന്മാരുടെ ഗുരുത്വം നമുക്ക് കിട്ടുക? മഹാന്മാരുടെ ആണ്ടി എന്ന് പറഞ്ഞാൽ DJ അല്ല, ഡാൻസ് അല്ല. മഹാരഥന്മാരുടെ ആണ്ടെന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് അവർ എങ്ങനെയാണ് അടുത്തുപോയെന്ന് മനസ്സിലാക്കലാണ്. ഖുർആൻ ഓതിയ മഹാരഥന്മാർക്ക് ഹദിയ ചെയ്യലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കലാണ്. അവരുടെ സുഹൃത്ത് കിട്ടാൻ അതാണ് ഏറ്റവും വലിയ മാർഗം. അവര് പോലും നിർത്തിരുന്നത്, അവര് തടഞ്ഞിരുന്നതാണ് അവരുടെ കബറിന്റെ പേര് പറഞ്ഞിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് മഹാന്മാരോടുള്ള സ്നേഹമില്ല എന്റെ പ്രിയപ്പെട്ടവരോ. അതുകൊണ്ട് മഹാരഥന്മാരുടെ സ്നേഹം കിട്ടില്ല. കിട്ടുന്നത്
പൊരുത്തക്കേടാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണേ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ വിഷയം ഞാൻ വിശദീകരിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹാബ ഇങ്ങനെ നടന്നു പോകുമ്പോ അടുത്തൊരു വിഭാഗം മനുഷ്യന്റെ അടുക്കലേക്ക്, ഒരു വിഭാഗം മനുഷ്യന്റെ അടുക്കലേക്ക് ഇന്ന് കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ് രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ സഹാബ? രണ്ടാമത് ഇങ്ങനെ ഞാൻ പോകുമ്പോ ഒരു മനുഷ്യനെ ഇങ്ങനെ മലർത്തിക്കിടത്തിയിരിക്കുകയാണ്. ഒരു മനുഷ്യനതാ ആ കിടത്തിയിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കുകയാണ്. അല്ലാഹുവേ, വെറുതെ നിൽക്കുകയല്ല. കയ്യൂബിന്റെ ഹബീബ് ഇതിന്റെയാണുള്ള കൊളുത്തുണ്ട് ആ മനുഷ്യന്റെ കയ്യില്. സുബ്ഹാനല്ലാഹ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയാണ്, സഹാബ ഞാനിങ്ങനെ കടന്നു പോകുമ്പോ ഒരു മനുഷ്യരെ ഇങ്ങനെ മലർത്തിക്കിടത്തിയിരിക്കുന്നു. സഹാബ ആ മനുഷ്യന്റെ തലഭാഗത്തൊരാൾ നിൽക്കുകയാണ്. വെറുതെ നിൽക്കുകയല്ല, ആ മനുഷ്യന്റെ കയ്യിലിരുമ്പിനാനുള്ള കൊളുത്തിലുണ്ട്. സഹാബ ആ മനുഷ്യനെ ചെയ്യുന്നതെന്തെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയാണ്, സങ്കടപ്പെട്ടുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് പറയാണ്, സഹാബ സുബ്ഹാനല്ലാഹ്. ആ കിടത്തിയിരിക്കുന്ന മനുഷ്യന്റെ ഫ്രണ്ടിലേക്ക് ആ മനുഷ്യന്റെ കയ്യിലെ കൊളുത്തുമായി കടന്നു വരികയാണ്. എന്നിട്ട് മുഖത്തിന്റെ പകുതി മുതൽ അല്ലാഹ് ഇങ്ങനെ കീറാൻ തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. പച്ചയായി ഒരു മനുഷ്യന്റെ മുഖത്തിന്റെ പകുതി ഇങ്ങനെ കീറിയിട്ട് ആദ്യം വലത് ഭാഗം ഇങ്ങനെ കീറിയിട്ട് പെടടിയുടെ ഭാഗത്തേക്ക് അവന്റെ തൊലി ഇങ്ങനെ കൊണ്ടുവെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഒരു പിച്ചാത്തിയുടെ മുറിവുകൊണ്ട് സഹിക്കാൻ കഴിയാത്ത രീതിയില് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, പച്ചക്കൊരു മനുഷ്യന്റെ മുഖത്തിന്റെ പകുതി ഇങ്ങനെ വലിച്ചു കീറിയിട്ട് പിടയിലേക്ക് നിൽക്കുന്നത് കണ്ടു സഹാബോ. എന്നിട്ടതാ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പച്ചയായ മാംസം ഇങ്ങനെ അറുത്തെടുക്കുകയാണ്. ആ മനുഷ്യൻ ഒന്നാമത്തെ ഭാഗം വലത് ഭാഗം വലിച്ചിട്ട് പിടയിലേക്ക് കൊണ്ടുവച്ചിട്ട് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. ആ രണ്ടാമത്തെ ഭാഗം ഇങ്ങനെ വലിച്ചു പിടയിലേക്ക് കൊണ്ടുവെക്കപ്പെടുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയാണ്, പ്രിയപ്പെട്ട സഹാബ ഒന്നും ചെയ്യാൻ കഴിയാതെ നിലവിളിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഒന്ന് തടയാൻ ചെയ്യുന്ന നിലക്ക് എന്റെ മുഖമൊന്ന് വലിച്ചു കീറാതിരിക്കുമോ മലക്ക്, എന്നെയൊന്ന് രക്ഷപ്പെടുത്തുമോ മലക്ക്. ആ മനുഷ്യൻ ഇങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് അതൊന്നും കേൾക്കാതെ ആ മനുഷ്യന്റെ രണ്ടാമത്തെ ഭാഗം ബേക്കിലേക്ക് കൊണ്ടുവെക്കുമ്പോ പ്രവാചകൻ പറയുകയാണ്, ഒന്നാമത്തെ ഭാഗം അല്ലാഹു പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതൊരു കടം കഥ പോലെ നിങ്ങൾ കേൾക്കല്ലേ. ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമായ സ്വപ്നമാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടുപോയ സ്വപ്നം. ഒരു ഭാഗം ഇങ്ങനെ കീറിയിട്ട് ബാക്കിലേക്ക് കൊണ്ടുവെക്കാൻ ആ മനുഷ്യൻ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാം
രണ്ടാമത് മറുഭാഗം ഇങ്ങനെ കീറിയുടെ വെക്കുമ്പോ ആദ്യം കീറിയ ഭാഗം അല്ലാഹു നേരെയാക്കി കൊടുക്കുകയാണ്. ഇതൊരു പ്രാവശ്യമല്ല, ഓരോ സെക്കൻഡും ഇങ്ങനെ വേദന തിന്നു. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യരിങ്ങനെ നിലവിളിക്കുന്നത് കാണുമ്പോ സങ്കടത്തോടെ ജിബ്രീലിനോട് ഞാൻ ചോദിക്കുകയാണ്, ഈ മനുഷ്യനാരാണ് ജിബ്രീൽ? ഇത്രയും ഹതഭാഗ്യനായ ഈ മനുഷ്യനാരാണ്? ഇത്രയും കഠിനഘോരമായ ശിക്ഷ അല്ലാഹു കൊടുക്കുന്ന മനുഷ്യനാണെന്ന് ജിബ്രീൽ എന്ന മലക്കോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ജിബ്രീൽ എന്ന മലക്ക് പറയുകയാണ്, ഈ മനുഷ്യനാരെന്നറിയുമോ നബിയേ? ഈ മനുഷ്യനാരെന്നറിയുമോ നബിയേ? പ്രഭാതത്തിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, എന്നിട്ട് അവനെ കളവ് പറയുന്നവരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ വിഷയം പറയുമ്പോ നമ്മളെല്ലാവരും ഏകദേശം അതിൽ പെടൂലേ? കളവിനെ വലിയ ഗൗരവമാക്കി എടുക്കാത്തവരാ നമ്മൾ. തമാശയ്ക്ക് പോലും കളവ് പറയാൻ ആഗ്രഹിക്കുന്നവരാ നമ്മൾ. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നത്തെ മൊബൈലിന്റെ കാര്യം പറഞ്ഞു തരികയാണ്. എങ്ങനെയാ കളവ് പറയുന്നത്? ഒരാൾ പ്രഭാതത്തിൽ ഇറങ്ങും, ഒരു കളവ് പറയും. പ്രദോഷത്തിന് മുമ്പ് ഈ ലോകം മുഴുവനും വ്യാപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സത്യത്തിൽ ഈ മൊബൈലല്ലേ, വാട്സപ്പിലൂടെ ഞെക്കി 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 കൂട്ടുകാരന്മാരിലൂടെ ഷെയർ ചെയ്ത് കളയുമ്പോ സത്യമാണോ അസത്യമാണോ എന്ന് തിരിച്ചറിയാതെ നമ്മൾ ചെയ്യുന്ന ഷെയറുകൾ നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഭൂമി നിറയുന്നത്? എങ്ങനെയാണ് ഭൂമി നിറയുന്നത്? ചിന്തിച്ചു നോക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. കളവ് പറയുക എന്നുള്ളവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാര് ദുആ ചെയ്തത്, അല്ലാഹുമ്മ ജഅൽനീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. ഈ സത്യസന്ധന്മാരിൽ നിന്ന് ഉൾപ്പെടുത്തണേ അല്ലാഹ്. നമ്മൾ തമാശയ്ക്ക് കളവ് പറയുന്നവരാണ്, ചിരിപ്പിക്കാൻ കളവ് പറയുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കടം കൊടുത്തവർ വീട്ടിലേക്ക് വരുമ്പോ മക്കളെ കൊണ്ട് കളവ് പറയിപ്പിക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കൂട്ടുകാരോട് വിളിക്കുമ്പോ ഒരു സെക്കൻഡ് എത്ര കളവാണ് നമ്മൾ പറയുന്നതെന്ന് ചിന്തിക്കുക. നമ്മളെ കൂട്ടുകാരനോട് പറയും, അളിയ നീ ഇന്ന് ഇത്ര മണിക്ക് വർക്കലുവാ, ഞാൻ ഇത്ര സമയം വരാം. കൂട്ടുകാരൻ അവിടെ വന്നിട്ട് ഇവനെ തപ്പുമ്പോ ഇവനെ കാണൂല, ഇവന്റെ പൊടിയും കാണൂല. വിളിക്കാൻ പറയാം, അളിയ ഞാൻ വർക്കല തൊട്ടിപ്പുറത്തേക്കാണ്, അവൻ എവിടെ കിടക്കണേ, ബാത്റൂമിൽ കിടക്കണേ. വിളിക്കാൻ പറയാം, അളിയ വണ്ടി കയറി. അവൻ 10 പ്രാവശ്യം വിളിച്ചാലും ഇവൻ ഉടുപ്പം നിൽക്കാൻ വിട്ട് തീരൂല. നമ്മൾ തിരിച്ചു നോക്കിയ നമ്മൾ ഇതെന്തൊരു പ്രശ്നം? ഇത് പ്രശ്നമാണ്, കളവാണ്. തമാശയ്ക്ക് പോലും കളവ് പറയാൻ പാടില്ലെന്ന് പുണ്യ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. തീരെ കളവ് പറയാത്തവർക്ക് എന്ത് സമ്മാനമാണ് അല്ലാഹുവിന്റെ റസൂൽ ഓഫർ ചെയ്തതെന്നറിയുമോ? സ്വർഗം മാത്രമല്ല, പിന്നെന്താ സ്വർഗത്തില്? സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു വീട് തരാമെന്ന റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കളവ് തീരെ പറയാതിരുന്നാൽ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കിട്ടുമെന്ന് പുണ്യ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അപ്പൊ കളവിന് അതുകൊണ്ടല്ലേ പ്രവാചകൻ പറഞ്ഞ മറ്റൊരു ഹദീസ്, നിങ്ങളുടെ 2 താടിയെല്ലിന്റെ ഇടയിലുള്ള ഭാഗം നിങ്ങൾ എനിക്ക് ഉത്തരവാദിത്വം നിന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് പുണ്യ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. വെറുതെ അല്ലല്ലോ, നിസ്സാരമായ ഒരു കാര്യമാണെങ്കിൽ സ്വർഗം എങ്ങനെ കിട്ടും? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹെൽമെറ്റ് കിട്ടണം.
അപ്പോ അത്രയും വലിയ കാര്യമായതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങളുടെ രണ്ട് താടിയെല്ലിന്റെ ഇടയിലുള്ള ഭാഗം കൊണ്ട് നിങ്ങൾ എനിക്ക് ഉത്തരവാദിത്വം നിന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് ഉത്തരവാദിത്വം നിൽക്കുന്നു എന്ന് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. സഹോദരിമാരെ, നമ്മൾ ചിന്തിക്കണം. ഇന്നിപ്പോ സഹോദരിമാരെ കുറിച്ചൊന്നും പറയില്ല, കാരണം നിറഞ്ഞിരിക്കണവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരിമാരെ അനുഗ്രഹിക്കട്ടെ. മക്കൾ നിങ്ങളുടെ ഉമ്മമാരെ കൂടെ ഉണ്ട്, അതാണ് അത്ര ഉഷാറാമീൻ, മാഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, ആദരവായ പ്രവാചകൻ പറയാണ്, എന്താ പറഞ്ഞത്? കളവ് പറയാൻ പാടില്ല. കളവ് പറഞ്ഞാലുള്ള ശിക്ഷ നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മുടെ കൈ കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ ചോദിക്കാൻ, എൻ്റെ വൈഫൊക്കെ ഇങ്ങനെ സാധാരണ എന്തെങ്കിലും കണ്ടിക്കുമ്പോൾ കൈ മുറിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് എനിക്ക് ജോലിയാണ്, ഞാനാണ് ഇതെല്ലാം വേവിച്ചു കൊടുക്കണം. മുറിയുന്നതിന് ശകലമായിരിക്കും, അതിങ്ങനെ വെച്ചിട്ടും തുടങ്ങും, ഇങ്ങനെ ആറ്റി നടക്കും. അതിനി വേവിക്കാതിരിക്കാനുള്ള അടവാണോ എന്നെ കൊണ്ട് അരിയിപ്പിക്കാനുള്ള അടവാണെന്നും എനിക്കറിയാൻ വയ്യ. എന്തായാലും സംഭവം ഇതാ, സഹിക്കാൻ കഴിയൂല. നമ്മളുമ്മമാര് ചിരിക്കുന്നുണ്ട്, അവരും ഇതിനകത്ത് ഈ പണിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നണം. മാഷാ അല്ലാഹ്, ഇവിടുത്തെ കാക്കമാരത്തെ ആ പണിയൊന്നും നടക്കൂല. അപ്പൊ എന്തായാലും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ കയ്യിൽ ഒരു ചെറിയ പേന കൊണ്ട് മുറിഞ്ഞാൽ അത് സഹിക്കാൻ നമുക്ക് കഴിയൂല. ചില മുറിവുകൾ തന്നെ നമ്മുടെ ശരീരമാസകലം പനി പിടിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയി പച്ചയായി ഒരു മനുഷ്യരിങ്ങനെ കീറിക്കൊണ്ടിരിക്കുക. അതൊരു സമയമല്ല, ഒരു പ്രാവശ്യമല്ല, തീരുന്നില്ല, ഇങ്ങനെ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കളവ് പറയുന്നത് എത്ര വലിയ കുറ്റമാണെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, സഹാബ, കളവ് പറയല്ലേ സഹാബ, നിങ്ങളെ കളവ് പറയുന്നതിനെ സൂക്ഷിക്കണേ സഹാബ, കളവ് പറയുന്നതിനെ സൂക്ഷിക്കണേ സഹാബ, നിങ്ങളെ നാവിനെ സൂക്ഷിക്കണേ സഹാബ. ആ കളവ് പറയുന്നത് മോശത്തരമാണ്. മോശത്തരത്തിനെത്തുന്നത് എവിടേക്കെന്നറിയുമോ? അത് നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ചില മഹാരഥന്മാർ പറയുന്നൊരു സംഗതിയുണ്ട്, ഓരോ മനുഷ്യനെയും സൂക്ഷിക്കുന്ന അപകടങ്ങൾ വരാതെ, ദുരന്തങ്ങൾ വരാതെ, ദുരിതങ്ങൾ വരാതെ ഓരോ മനുഷ്യനെയും സംരക്ഷിക്കാൻ അല്ലാഹു അഫളത്തിന്റെ മലക്കുകളെ കൊടുത്തിട്ടുണ്ട് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വാഹനം ഓടിക്കുന്നവരല്ലേ നമ്മള്? എത്ര ദുരന്തമാണ് നമുക്ക് വരുന്നത്, എത്ര രോഗമാണ് നമുക്ക് വരുന്നത്, എത്ര അപകട വാർത്തകളാണ് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരെയും അപകടത്തിൽ നിന്ന് സംരക്ഷിക്കാൻ അഫളത്തിന്റെ മലായിക്കത്തുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആഹ്വനത്തിന്റെ മലായിക്കത്തുകൾ 2 മൈൽ ദൂരം ഓടിപ്പോകുന്നൊരു വാക്കുണ്ട്. അല്ലാഹു റസൂൽ പറയാണ്, ഒരു മനുഷ്യനെ കളവ് പറയുമ്പോ അവന്റെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധമുണ്ടല്ലോ, ആ ദുർഗന്ധം താങ്ങാൻ കഴിയാതെ അല്ലാഹു അവനെ സംരക്ഷിക്കാൻ നിർത്തിയിരിക്കുന്ന മലക്കുകൾ അല്ലാഹുവെ 2 മൈൽ ദൂരം ഓടിപ്പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നമ്മുടെ സംരക്ഷണം പിടിത്തം വിട്ടിരിക്കുകയാണ്. കളവ് പറയുന്നവരെ സൂക്ഷിക്കാറുള്ളത് എന്താണ് അടുത്ത സെക്കൻഡിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് അല്ലാഹുവേ പറയാൻ കഴിയില്ല. അപകടങ്ങൾ വന്നാ തടയാൻ മലക്കുകളില്ല, സംരക്ഷിക്കാൻ മലക്കുകളില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നാവ് കൊണ്ടെന്ന് മാത്രം
ഉപദ്രവമാണ് ആൾക്കാർക്ക് നമ്മൾ നടത്തുന്നതെന്നറിയോ? നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞ് ഈ സമയം വരെ ഇന്ന് നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അല്ലാഹു ആഫിയത്ത് തന്നല്ലോ. ഇന്നത്തെ ഒരു ദിവസം നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ, ഒരു 10 മണിക്കൂർ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ആരെങ്കിലും കുറിച്ച് പരദൂഷണം പറയാത്ത നാടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോ കൈവെക്കാൻ കഴിയില്ല. ആരെ കുറിച്ചെങ്കിലും പരദൂഷണം കേട്ടുപോയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ ചിലപ്പോൾ നമുക്ക് സാധ്യമായുള്ള ചെറുപ്പക്കാരോ. നമുക്ക് മറ്റുള്ളവരുടെ കുറ്റം കേൾക്കുന്നത് ഒരു ഹരമല്ലേ, മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുന്നത് ഒരു സന്തോഷമല്ലേ? ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, സഹാബത്തിനോട് പറയാൻ, സഹാബേ കളവ് പറയുന്നൊരു മനുഷ്യന് അല്ലാഹുവിന്റെ സംരക്ഷണമില്ല സഹാബേ, അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടിയില്ല സഹാബേ, അല്ലാഹുവിന്റെ പ്രത്യേകിപ്പില്ല സഹാബേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അല്ലാഹുവിന്റെ സംരക്ഷണം കിട്ടൂല എന്ന് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്, എന്ത് സംഭവിക്കാം. എന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ വാൽപ്പാറ പൊള്ളാച്ചിയിലുള്ള എന്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്, ഉമർ എന്ന് പറയുന്ന എന്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ഞാൻ എപ്പോ വാൽപ്പാറ വാവിന് പോയാലും അൽഹംദുലില്ലാഹ് വീട്ടിലേക്ക് കൊണ്ടുപോയി നമുക്ക് ഭക്ഷണം തന്ന് ആദിനീകളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരൻ. ഒരുപാട് ഒരുപാട് പ്രായമായില്ല, 37-40 വയസ്സ് പ്രായമാണ് ആ പ്രിയപ്പെട്ട സഹോദരന്. 7 വയസ്സായ ഒരു മകൻ, 5 വയസ്സായ മറ്റൊരു മകൾ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഉമ്മ, നമ്മുടെ കുട്ടികളെ നമ്മൾ താലോലിക്കുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരൻ വീട്ടിൽ നിന്ന് ഇറങ്ങി 11 മണിക്ക് ഒരു സ്റ്റാറ്റസ് ഇടുകയാണ്. ആരെ കുറിച്ചാണെന്നറിയുമോ? മദീനയിലെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു സ്റ്റാറ്റസ് ഇട്ട് തന്റെ കടയിലേക്ക് നടന്നു പോകുമ്പോ അന്നത്തെ ദിവസം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് മുത്തം കൊടുത്ത് മക്കൾക്ക് മുത്തം കൊടുത്തിട്ട് ഇറങ്ങിപ്പോയപ്പോ ആ പ്രിയപ്പെട്ട സഹോദരൻ ചിന്തിച്ചില്ല, ഇനി എന്റെ മകളെ എനിക്ക് കാണാൻ കഴിയില്ല. ആ മനുഷ്യൻ ചിന്തിച്ചിട്ടില്ല, ഇനി എനിക്കൊരു തിരിച്ചു വരവില്ല, എന്റെ അവസാനത്തെ പോക്കാൻ അടിയിൽ അസ്രായീൽ കാത്തു നിൽപ്പുണ്ട്. എന്റെ മക്കളെ കരയിപ്പിക്കാൻ, എന്റെ ഭാര്യയെ കരയിപ്പിക്കാൻ, എന്റെ ഉമ്മ വാപ്പയെ സങ്കടപ്പെടുത്താൻ അല്ലാഹു വഴിയോരത്ത് അസ്രായീലിനെ നിർത്തിയിട്ടുണ്ട് എന്ന് ആ ചെറുപ്പക്കാരൻ ചിന്തിച്ചില്ല. ആ ചെറുപ്പക്കാരൻ നല്ല ഒരു അസ്വസ്ഥതയുമില്ല, ഒരു പനി പോലുമില്ല, ഒരു തലവേദന പോലുമില്ല. 11 മണിയായപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്റ്റാറ്റസ് ഇട്ട് ആ ചെറുപ്പക്കാരൻ തന്റെ കടയിലേക്ക് കോയമ്പത്തൂരിലേക്ക് പോകുന്ന വഴി ആ പ്രിയപ്പെട്ട സഹോദരൻ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. അല്ലാഹു ആ പ്രിയപ്പെട്ട ആ സഹോദരന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ആ 2 പൊന്നുമക്കളെ തീനീങ്ങളാണ്. സങ്കടത്തോടെ ആ പ്രിയപ്പെട്ട സഹോദരന്റെ അനിയൻ എന്നെ വിളിച്ചു പറയുമ്പോ എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ഇവിടെ നിന്ന് ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തുമെന്ന് നമുക്ക് പറയാൻ ഗ്യാരണ്ടി ഇല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. ഈ ഇരിക്കുന്ന എല്ലാ സാധനത്തിനും ഗ്യാരണ്ടി ഉണ്ട്. മൈക്ക് ഓപ്പറേറ്ററോട് ചോദിച്ചാൽ ഈ മൈക്കിന്റെ കാലാവധി എത്ര വർഷമാണെന്നറിയാം. ഓരോ കമ്പനിക്കാരും അതിന്റെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇറക്കുമ്പോൾ വാറന്റിയും ഗ്യാരണ്ടിയും ഉണ്ട്. നമ്മൾ ആ വാറന്റിയും ഗ്യാരണ്ടിയും നോക്കിയാണ് എടുക്കാറ്. പക്ഷെ ഈ പറയുന്ന മുതലാളിക്ക് അവന്റെ ഗ്യാരണ്ടി പറയാൻ കഴിയൂല. എന്ന് വരെയാണ് എന്റെ ഗ്യാരണ്ടി എന്ന് പറയാൻ കഴിയൂല. ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ഞാൻ അതാ പറഞ്ഞത്, ആ പൊന്നുമക്കൾക്ക് നമ്മളോ രാവിലെ പണിക്ക് പോകുന്നവരല്ലേ, ഏറ്റവും വലിയ പണി, ഏറ്റവും വലിയ ഡേഞ്ചർ പണിയാണ് ഇവിടെ ഇരിക്കുന്നവർ, കടപ്പുറത്ത് ഇരിക്കുന്ന
കടപ്പുറത്ത് ജോലിക്ക് പോകുന്നത് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അതെല്ലാവരും ആ ജോലിയാണ്. മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഏറ്റവും ഭയാനകമായ ജോലി ഏതാണ്? എന്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ പെരുമാതിരയുണ്ട്, മലയക്കുണ്ട്, മുസ്ലിയാരാണ്. ഒരു ദിവസം എന്നെ വിളിച്ച് ചുമ്മാ ഇരിക്കൽ നമുക്കൊന്ന് കടലിൽ പോയിട്ട് വരാന്ന് പറഞ്ഞ ആവേശത്തിന് ഞാൻ കയറി. മാഷാ അല്ലാഹ്, പകുതി വരെ പോയപ്പോ എന്റെ ഹാല് മൊത്തം മാറി. അവസാനം ഉമ്മാന്റെ വയറ്റിൽ നിന്ന് കുടിച്ച മുലപ്പാല് മുഴുവനും ഞാൻ ഛർദ്ദിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, എന്റെ പൊന്നാളിയ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിത്താ. നിനക്ക് ഇനി എത്ര രൂപ ഇന്ന് മീൻ കിട്ടിയില്ല, മീൻ പിടിച്ച പൈസ മൊത്തം ഞാൻ തരാം, കുഴപ്പമില്ല, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കടപ്പുറത്തുനിന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ കൊണ്ടാക്കി തന്നാൽ മതി എന്നാ പറഞ്ഞു. നമ്മൾ ചിന്തിക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്കറിയാലോ, ഈ കടലിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമെന്നുള്ള ഗ്യാരണ്ടി ഇല്ല. അള്ളാഹു ഈ നാട്ടിൽ അള്ളാഹു ബറക്കത്ത് നിലനിർത്തട്ടെ, അള്ളാഹു സംരക്ഷണം നിലനിർത്തട്ടെ. നിങ്ങൾ ഒരുപാട് റബ്ബിനോട് ശുക്ർ ചെയ്ത് ഈ ലോകത്ത് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളാണ്. ഇത്രയും ഹലാലായ ഭക്ഷണം ലോകത്തെങ്ങും കിട്ടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നേരിട്ട് ഒന്നുമില്ലാത്ത ഒരു അണുകിട പോലും കുഴപ്പം സംഭവിക്കാത്ത മത്സ്യം നമുക്ക് കൊണ്ടുതരുമോ? നമ്മുടെ ഭർത്താവ്, നമ്മുടെ വാപ്പ കടലിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ, തിരിച്ചു വന്നില്ലെങ്കിലോ ഇപ്പോഴും നമ്മളെ സുജൂദിലായി അല്ലാഹനെ മറക്കാതെ ഒരു അപകടവും കൊടുക്കല്ലേ അല്ലാഹ് എന്ന് സദാ ദുആ ചെയ്യണമമ്മ. അതുകൊണ്ടാണ് ഒന്ന് പറയാൻ പേടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാരഥന്മാരെ കുറിച്ച് പറയുമ്പോ, അല്ലാഹുവേ ഇസ്ലാമിൽ ഇങ്ങനെ നിയമമില്ലടോ എന്ന് പറയുമ്പോ പറ്റുന്ന മനുഷ്യനെ സോഷ്യൽ മീഡിയയിലൂടെ ഏത് ഉസ്താദായിരുന്നാലും ഇങ്ങനെ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നതാ. ഇപ്പോഴും ഇങ്ങനെ ആ പണ്ടത്തെ ആ 3-ാം നൂറ്റാണ്ടിലാണ് ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത്. ഇന്നൊക്കെ ഇന്ന് ഇന്റർനെറ്റിന്റെ യുഗമല്ലേടാ, ഇങ്ങോട്ടൊക്കെ വരണ്ടേടാ. ന്യൂ ജനറേഷൻ വന്നതിന്റെ സെറ്റപ്പാണ് വയനാട് ഒരു ഉമ്മാനെ വെട്ടിക്കൊന്നത്. ന്യൂ ജനറേഷൻ ആയതുകൊണ്ടാണ്. കോഴിക്കോട് അടുത്ത ഉമ്മാനെ വെട്ടി ഐസിയുവിൽ കിടത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ന്യൂ ജനറേഷൻ ആയതുകൊണ്ടാണ്. കൽവ് കാഠിന്യമായി പോയി, ഹൃദയം മരിച്ചുപോയി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കാനുള്ളത്, അതുകൊണ്ടാണ് ഈ അടുത്ത് എനിക്ക് ഏറ്റവും സങ്കടമുണ്ടായ ഒരു വീഡിയോ, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ആ ബഹുമാനപ്പെട്ട തങ്ങൾ ഒരു വീഡിയോയിൽ ഇരുന്ന് ഇങ്ങനെ പറയാൻ, എന്റെ കയ്യിൽ ചെറിയ ഒരു മൊബൈലേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട, ഞാനിതെല്ലാം കേൾക്കുന്നുണ്ട്. എന്നെ കുറിച്ച് അപരാധങ്ങൾ പറയുന്നത്, എന്നെ ആക്ഷേപിക്കുന്നത്, എന്നെ സങ്കടപ്പെടുത്തുന്നത് ഇതെല്ലാം നിങ്ങൾ തുടർന്നു കൊള്ളുക എന്ന് ആ മഹാനായ സയ്യിദ് ഇങ്ങനെ പറയുമ്പോഴും ആ പറച്ചിലിന്റെ ഉള്ളിലൊരു ഗൗരവമുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത്, ആ മഹാരഥന്മാരെ കുറിച്ച് ആക്ഷേപങ്ങൾ പറയുമ്പോ ആ നാവുകൊണ്ടല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലേണ്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ നിയമം പറയേണ്ടതാരാ? ഇവിടത്താണ് ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ നിയമങ്ങള് സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ ഇങ്ങനെ ആണും പെണ്ണും ഇടകലർന്ന് ജീവിക്കാൻ പാടില്ല, പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് മഹാനായ പറഞ്ഞു പോയപ്പോ എത്ര പേരാണ് മഹാരഥന്മാർ, ആ മഹാനുഭാവനെ എത്ര പേരാ ആക്ഷേപിച്ചത്, എത്ര പേരാ പെരുമറഞ്ഞത്? ആരാണ് എന്ന് നിങ്ങൾക്കറിയോ? ഉസ്താദിന്റെ രോമത്തിന്റെ വില പോലും നിങ്ങൾ ജീവിതകാലം മുഴുവനും ജീവിച്ചാൽ കിട്ടില്ല. കാരണം അത്രയാണ് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം നേടിയത്. എത്ര ആലിമീങ്ങളാണ്, എത്ര തീമക്കളാണ്, എത്ര സാധുക്കളാണ് ഉസ്താദിന് വേണ്ടി ഓരോ സെക്കൻഡും പൊട്ടിക്കരയുന്നതെന്നറിയോ? അദ്ദേഹത്തിന്റെ ആഖിറത്തിന് വേണ്ടിയല്ല, അദ്ദേഹം നേടിയെടുത്തിട്ട് റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് നടന്നെടുത്തു പോയവരാണ്.
അതുപോലെ തന്നെയാണ് എല്ലാ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മുഖ്യധാരാ പ്രവർത്തകരുമെല്ലാം അങ്ങനെയാണ്. ജിബ്രീൽ തങ്ങളും അങ്ങനെയല്ലേ? ജിബ്രീൽ തങ്ങളും മുത്ത് റസൂലിന്റെ പേരക്കുട്ടിയല്ലേ? നമ്മളും നമ്മുടെ മൊബൈലിലേക്ക് വരുമ്പോ മഹാരഥന്മാരെ ചീത്ത പറയുന്നത് വരുമ്പോ ഓരോ ഗ്രൂപ്പിലേക്ക് വെളുത്തിങ്ങനെ തട്ടിക്കളയുമ്പോ നമ്മൾ ചിന്തിക്കുക, അസ്റായീൽ വരുന്നൊരു രംഗമുണ്ട്, അസ്റായീൽ വരുന്ന് കൊണ്ടുപോകുന്നൊരു രംഗമുണ്ട്. അവിടെ മുതൽ പരാജയമാണ് മക്കളെ. അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല, രക്ഷപ്പെടാൻ കഴിയൂല. നമുക്ക് എന്ത് അവകാശമാണ് മഹാരഥന്മാരെ കുറ്റം പറയാൻ? നമുക്കറിയൂല പല മഹാരഥന്മാരെയും. എ പി ഉസ്താദിനെ കുറിച്ച് പറയുമ്പോ, പിന്നെ അണികളെ കുറിച്ച് പറയുമ്പോ എല്ലാത്തിലും പ്രശ്നമുള്ള അണികളുണ്ട്. അതൊക്കെ ഓക്കെയാണ്. അത് ഈ കെയിലുണ്ട്, എ പിയിലുണ്ട്, സംസ്ഥാനയിലുണ്ട്, ദക്ഷിണയിലുണ്ട്, എല്ലാത്തിലുണ്ട്. പക്ഷേ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന മഹത്തുക്കളെ ഒന്നും നമ്മൾ പറയാൻ പാടില്ല. അവരത്രയേറെ അള്ളാഹുവുമായിട്ടുള്ള അള്ളാഹുവിലേക്ക് അവരടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെ? ശങ്കരനെ നോക്കിയല്ല ഞാൻ പറയുന്നത്, ശങ്കരനെ നോക്കിയല്ല മഹാരഥന്മാരെ നമ്മൾ സ്നേഹിക്കേണ്ടത്. എനിക്ക് എ പി ഉസ്താദിനെ വലിയ ഇഷ്ടമാണ്, ജിഫ്രി തങ്ങളെ വലിയ ഇഷ്ടമാണ്, പാണക്കാട് തങ്ങന്മാരെ എനിക്ക് ഇഷ്ടമാണ്. അതെന്തുകൊണ്ടാണ് തങ്ങന്മാരെ സ്നേഹിക്കുന്നത്? അത് മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോരയാണ്. അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് എന്ത് പറഞ്ഞാൽ പേടിയാണ്. കാരണം നാളെ രാവിലെ എയറിലായിരിക്കും. ഓരോ ദിവസം പ്രസംഗം കഴിഞ്ഞിട്ട് വീട്ടിൽ കിടക്കുമ്പോൾ ചിന്തിക്കുന്നത്, നാളെ രാവിലെ എയറിലായിരിക്കോ താഴെ ആയിരിക്കും. ഇതാണ് അവസ്ഥ. ഇപ്പൊ ആ ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കാൻ അത് നാവിന്റെ പ്രശ്നമാണ്. ഇസ്ലാമിന്റെ സംഗതി പറയാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചവർക്കല്ലാതെ, ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമം അറിയുന്നവരല്ലാതെ പിന്നെ ആരാണ് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ? എ പി ഉസ്താദ് അതിനെ കുറിച്ച് പറഞ്ഞത് ശരീഅത്തിന്റെ നേതാവായതുകൊണ്ട്, ജിഫ്രി തങ്ങൾ അത് പറയുന്നത് ജിഫ്രി തങ്ങൾ ശരീഅത്തിന്റെ നേതാവായതുകൊണ്ട്, അവർക്ക് നിയമം അറിയാവുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ നാവ് കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഏറ്റവും കൂടുതൽ മുഖം കുത്തിയവനായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് മുഖം ചെയ്തു വരുത്തതിന്റെ ഫലമായിട്ടാണെന്ന് പുണ്യ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ പറയാൻ. അതുകൊണ്ട് മഹാനായ ഈ തൊട്ടടുത്താണല്ലോ അവർക്കല്ല മന്നാനിയുള്ളത്. ചിലപ്പോ കുളപ്പ ഉസ്താദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാൻ കഴിയുമായിരിക്കും. എന്റെ പ്രിയപ്പെട്ട ഗുരുവര്യനാണ്. 2 വർഷക്കാലം ഉസ്താദിന്റെ കൂടെ ഞാൻ നടന്നിട്ട് ഒരു കറാഹത്ത് പോലും ചെയ്യുന്നത് ഞാൻ ആ മഹാനിൽ നിന്ന് കണ്ടിട്ടില്ല. ചിന്തിച്ചു നോക്കിയേ, മഹാനായ കുളപ്പുറ ഉസ്താദ് 2 കൊല്ലം ഞാൻ നമ്മളെ പഠിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ കറാമത്ത്. അൽ ഇസ്തിഖാമത്തു ഖൈറും മിൻ അൽഫി കറാമ. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ 1000 കറാമത്തുകളെക്കാൾ പുണ്യമാണ് എന്ന് പുണ്യ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ പോകാനാ പാട്ട്. അതുപോലെയല്ലേ മഹാരഥന്മാരായ ബാക്കിയുള്ള ഉസ്താദന്മാരും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, നിങ്ങൾ കളവ് പറയാ പാടില്ല. അങ്ങനെ കളവ് പറഞ്ഞാൽ എന്തെന്നറിയുമോ? അത് മലമജാരിബുൽ ഈമാൻ, അത് നിങ്ങളുടെ ഈമാനെ നശിപ്പിക്കുമെന്ന് അല്ലാഹുവേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എന്നാലും പിരിവിന്റെ കറക്റ്റ് അതാണ് സമയം.